ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2016 ISRO ടെക്നീഷ്യൻ ബിരി ഇലക്ട്രീഷ്യൻ ഗ്രേഡിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 80 ക്വസ്റ്റ്യൻ ആണുള്ളത്. 2015 60 ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ 2016 എത്തിയപ്പോൾ അത് 80 ക്വസ്റ്റ്യൻ ഉണ്ട്. Question number 1. The magnetic field produced in the stator of a three-phase induction motor rotates at. ഒരു ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്ററിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റോട്ടർ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുക. റോട്ടറിൻ്റെ സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ തന്നെയാണ് സ്റ്റേറ്റർ ഫീൽഡും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സ്പീഡിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് സ്പീഡ്. ദെൻ calculate the slip in an induction motor 4-pole 50 Hz rotating at 1400 RPM. സ്ലിപ്പാണ് കാണാൻ പറഞ്ഞത്. സ്ലിപ്പ് ഈസ് ഈക്വൽ ടു NS മൈനസ് N ഡിവൈഡഡ് ബൈ NS. സിങ്ക്രണസ് സ്പീഡ് മൈനസ് സ്പീഡ് ഡിവൈഡ് ബൈ NS. NS മൈനസ് NS ഡിവൈഡ് ബൈ NS. അതിനാണ് സിങ്ക്രണസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്നിൻ്റെ വാല്യൂ ആണ്. NS നമുക്ക് കണ്ടുപിടിക്കണം. NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 F/P ആണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 120 ഇൻറ്റു ഫ്രീക്വൻസി 50 Hz ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് 4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1500 RPM. ഇനി സ്ലിപ്പ് ഇസ് ഈക്വൽ ടു സിങ്ക്രണസ് സ്പീഡ് 1500 മൈനസ് സ്പീഡ് 1400 ഡിവൈഡഡ് ബൈ 1500, വിച്ച് മീൻസ് 100 ഡിവൈഡ് ബൈ 1500 ഇസ് ഈക്വൽ ടു 0.06. ഇതിനെ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് പെർസെൻറ്റേജ് സ്ലിപ്പ്. പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6%. ഓപ്ഷൻ ബി. In small capacitor induction motor, the type of stator used is type of starter ആണ്, സ്റ്റേറ്റർ അല്ല സ്റ്റാർട്ടർ. ചെറിയ ഇൻഡക്ഷൻ മോട്ടർ, ചെറിയ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ചെറിയ മോട്ടറുകൾക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് DOL സ്റ്റാർട്ടറാണ്. അപ് ടു 5 kW വരെയുള്ള മോട്ടറുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് DOL സ്റ്റാർട്ടറാണ്. 5 kW മേലെയുള്ള സ്റ്റാർട്ടറുകളാണ് നമുക്ക് ഏത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. റെഡി? അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമുക്ക് വേണ്ടത് ഡെൽറ്റ കണക്ഷൻ മോട്ടറിൽ വേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ പിന്നെ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഡെൽറ്റ കണക്ഷൻ നമുക്ക് വേണം, അതല്ലെങ്കിൽ 5 kW മേലെ ആയിരിക്കണം. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് മോട്ടറിനെ ട്രാൻസ്ഫോമർ വേറൊരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്പീഡിനകത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. സ്റ്റാർട്ടിംഗ് മോട്ടർ ഡിഫറെൻറ്റ് വോൾട്ടേജ് നമുക്ക് സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് ഇത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. റെഡി? റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആസ് പെർ IE regulations, when service lines are installed elsewhere other than along or across any street, the conductor of line at any part shall have a height not less than a specified value. What is the value for 11 kV? സംഭവമൊന്നുമില്ല, എത്രയാണ് ക്ലിയറൻസ് വേണ്ടതെന്നാണ് ചോദിച്ചത് ഫോർ 11 kV ലൈൻസ്. അപ്പോൾ അപ് ടു 11 kV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.6 മീറ്ററാണ് നമ്മുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ് ടു 11 kV 4.6. അത് ബെയർ കണ്ടക്ടർ ആണെങ്കിൽ. സപ്പോസ് നമ്മൾ ഇൻസുലേറ്റഡ് കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ നോർമലി ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹൈറ്റ് നമുക്ക് 4 മീറ്റർ മതി, 4.6ൻ്റെ ആവശ്യമില്ല. ഇനി എബോവ് 11 kV ആണെന്ന് വിചാരിക്കുക. അപ് ടു 33 kV വരെയാണെങ്കിൽ 11 kV ടു 33 kV വരെയാണെങ്കിൽ 5.2 മീറ്ററാണ് മിനിമം ക്ലിയറൻസ് വേണ്ടത്. ഇനി 33 kVക്ക് മേലെയാണ് എന്നുള്ളതെങ്കിൽ അത് 5.8 മീറ്റർ എന്ത് ചെയ്യണം, ക്ലിയറൻസ് വേണം. മിനിമം ക്ലിയറൻസ് വാല്യൂ ആണ്. അപ്പോൾ അപ് ടു 11 kV 4.6 ആണ്, അപ് ടു 33 5.2 ആണ്, എബോവ് 33 5.8 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 5.472 4.572. A penstock is used as a conduit between. penstock എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഒരു ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷനകത്തുള്ള ഒരു പാർട്ടാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. പെൻസ്റ്റോക്കിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഡാമിൽ നിന്നും പവർ ഹൗസിലേക്ക് നമ്മൾ വാട്ടറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഡ്യൂട്ടാണ് ആക്ച്വലി എന്ത് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ പെൻസ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഡാം സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്
നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനെ പറയുന്ന പേരാണ് പേര് പറഞ്ഞല്ലോ സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറയും. സർജ് ടാങ്ക്. ഇനി ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ താഴെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ആ സർജ് ടാങ്ക് എന്നുള്ള പേര് ഓർമ്മ വന്നില്ല കേട്ടോ, സോറി. സർജ് ടാങ്ക് താഴെ യൂസ് ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈ വാൽവ്. ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാൽവാണ് ബട്ടർഫ്ലൈ വാൽവ്. എയർ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാൽവാണ് എയർ വാൽവ്. റൈറ്റ്. അപ്പോൾ നമ്മുടെ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോണ്ടിറ്റ്യൂഡ് ബിറ്റ്വീൻ ഡാം ആൻഡ് ഇത് നമുക്ക് എന്താ ഓപ്ഷനിലെന്ന് നോക്കാം. the steam chest and turbine in the terminal station അല്ല, terminal station part അല്ല, the dam and in the hydro station. Dam and turbine in a hydro station. Then option B 6. Which of the following power plant free from environmental pollution? Environmental pollution തരാത്ത പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. ഡീസൽ പവർ പ്ലാന്റ് മീൻസ് തന്നിരിക്കുന്ന ഓപ്ഷനിലാണേ. ഡീസൽ പവർ പ്ലാന്റിൽ നമുക്ക് ആഷസ് ഉണ്ട്, സ്മോക്സ് ഉണ്ട്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലാതെ നമുക്ക് വിൻഡ് പവർ പ്ലാന്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇല്ല, സോളാർ പവർ പ്ലാന്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇല്ല. പക്ഷെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. ഡീസൽ ആഷസും സ്മോക്കും കാര്യങ്ങളുണ്ട്. ന്യൂക്ലിയറിനകത്ത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ട്. സ്റ്റീമിനകത്ത് ആഷസ് ആൻഡ് സ്മോക്ക് പൊല്യൂഷൻ ഉണ്ട്. Then which type of motor is used in ceiling fan? Ceiling fan നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ്. സ്റ്റാർട്ട് മാത്രമാണ് കപ്പാസിറ്റർ, റൺ ഇല്ല. പെർമനന്റ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ് നമ്മൾ സീലിംഗ് ഫാനിനകത്ത് യൂസ് ചെയ്യും. എ സീലിംഗ് ഫാൻ ഓഫ് ബ്ലേഡ് സൈസ് 1400 mm will have the motor rating. ഈ 1400 മീറ്റർ എന്ന് പറയുന്നത് 1400 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 56 ഇഞ്ച്. നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ ലീഫിൻ്റെ ലെങ്ത് ആണ്, അതിനാണ് സ്വീപ്പ് എന്ന് പറയുക. ഈ സ്വീപ്പ് ഇതാണ് നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ റേറ്റിംഗ് പറയുക. ഇത്രയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, 1400 mm. അപ്പോൾ നോർമലി 1400 mm മോട്ടോർ റേറ്റിംഗ് എന്ന് പറയുന്നത് 120 മുതൽ 180 വാട്ട്സ് വരെയാണ്. എ ഷണ്ട് DC motor armature resistance is 1 ohm and a field coil resistance is 100 ohm. Back EMF constant is 9 volt for 100 rpm. The DC supply voltage is 100 volt and it's running with a speed 1000 rpm. What is DC supply current? സംഭവമൊന്നുമില്ല, സിമ്പിളായിട്ട് അതിനകത്തുള്ള ആർമേച്ചർ കറണ്ട് എത്രയാണ്, ലോഡ് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചത്. സിമ്പിളായിട്ട് അതിനകത്തുള്ള ലോഡ് കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഷണ്ട് മോട്ടറാണ്. ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർമേച്ചറിനെ ഷണ്ടായിട്ട് നമുക്ക് എന്തുണ്ട്, ഫീൽഡ് ഉണ്ട്. ഇതാണ് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞിട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് EMF കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 9 volt for 100 rpm. 100 rpm 9 volt ആണെങ്കിൽ ഒരു RPM അത് എത്രയായിരിക്കും, 0.09 volt per RPM. അതവിടെ നിൽക്കട്ടെ. ദ DC സപ്ലൈ വോൾട്ടേജ് ഈസ് 100 volt. DC സപ്ലൈ വോൾട്ടേജ്, ഇവിടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 100 volt ആണ്. ആൻഡ് ഇറ്റ്സ് റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1000 rpm നമ്മുടെ മോട്ടോർ റൺ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ DC സപ്ലൈ കറണ്ട്? ഇവിടെയുള്ള കറണ്ട് എത്രയാണ് ചോദിച്ചത്. ഇതാണ് കറണ്ട് I എങ്കിൽ ഇവിടെ വരുന്ന കറണ്ട് ഇവിടെ വന്നിട്ട് ആർമേച്ചർ കറണ്ടും ഷണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കറണ്ട് എന്ന് പറയുന്നത്, സപ്ലൈ കറണ്ട് എന്ന് പറയുന്നത്, ലോഡ് കറണ്ട് അല്ല, സപ്ലൈ കറണ്ട് എന്ന് പറയുന്നത് ISH പ്ലസ് IA, ആർമേച്ചർ കറണ്ടിൻ്റെയും ഷണ്ട് ഫീൽഡ് കറണ്ടിൻ്റെയും സമ്മാണ്. റൈറ്റ്. ഇനി ആദ്യം നമുക്ക് ഷണ്ട് ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കാം. 100 volt ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ 100 volt ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എവിടെ വരുന്നു, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയ 100 ohmൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഷണ്ട് ഫീൽഡ് കറണ്ട് ISH is equal to 100 divided by 100, that's equal to 1 ampere. ഷണ്ട് ഫീൽഡ് കറണ്ട് കിട്ടി. ഇനി ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കണം. ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് V is equal to E plus IA RI എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാം. ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ E is equal to E plus IA RI. അപ്പോൾ ഇതിനകത്ത് IA എന്ന് പറയുന്നത് IA is equal to V minus E divided by RI ആണ്. V എന്ന് പറയുന്നത് വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് 100 volt മൈനസ് E എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 9 volt for 100 rpm എന്നാണ്. അതായത് 0.09 ആണ് പെർ RPMൽ വരുന്നത് ബാക്ക് EMF. അങ്ങനെയാണെങ്കിൽ 1000 RPMൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 1000 into 0.09 which is 90 volt എന്ന് വരും. 90 volt ആണ് നമ്മളെ ബാക്ക് EMF. അപ്പോൾ 100 minus 90 divided by ആർമേച്ചർ റെസിസ്റ്റൻസ് എത്രയാണ്, 1, ദാറ്റ്സ് ഈക്വൽ ടു 10 ampere. റെഡി. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ISH 10 ampere പ്ലസ് IA 1 ampere, സോറി ISH 1 ampere പ്ലസ് IA 10 ampere വിച്ച് മീൻസ് 11 ampere ആണ് നമ്മുടെ സപ്ലൈ കറണ്ട്. ഓപ്ഷൻ എ. ക്ലിയർ?
Then what is the major cause for open in an armature circuit? ആർമേച്ചർ സർക്യൂട്ടിലുള്ള ഓപ്പൺ ആവാനുള്ള പ്രധാനപ്പെട്ട കോസ് ഓപ്പണിംഗ് ഫീൽഡ് കോയിൽ, യാതൊരു ബന്ധവുമില്ല അതിന്. ഷോർട്ട് ഇൻ കമ്മ്യൂട്ടേറ്റ് സെഗ്മെൻറ്റ്, അതുമല്ല. ബാഡ് ബ്രഷ് ടെൻഷനാണ് നമുക്ക് ആർമേച്ചർ സർക്യൂട്ട് ഷോർട്ട് ആവാനുള്ള റീസൺ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് എ റുട്ടീൻ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് കറക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? മെയിൻ്റനൻസ് ഷെഡ്യൂൾ നീഡ്സ് ടു ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് എൻറ്റേർഡ് ഇൻ ദ മാനുവൽ. കറക്റ്റാണത്. മാനുവലിൽ എന്താണോ എൻ്റർ ചെയ്തിരിക്കുന്ന മെയിൻ്റനൻസ് ഷെഡ്യൂൾ, ആ മെയിൻ്റനൻസ് ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ഏത് മെഷീനാണെങ്കിലും. മെയിൻ്റനൻസ് കുഡ് നോട്ട് ബി ഡൺ എയ്തർ ഡ്യൂറിങ് വർക്കിംഗ് of the machine or during shutdown interval of period. Could be done, could not be അല്ല, could be done either during വർക്കിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ല. അത് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റാണ്. മെയിൻ്റനൻസ് ഡൺ അറ്റ് ഇറഗുലർ ഫ്രീക്വൻസീസ് അല്ല, റെഗുലർ ഫ്രീക്വൻസിയിൽ അത് ചെയ്യണം ആസ് പെർ ദ മാനുവൽ. മെയിൻ്റനൻസ് ഈസ് പെർഫോംഡ് ഓൺലി ഇഫ് ദ മെഷീൻ ഹാസ് ഫാൾട്ട് ഓർ ഡിഫക്റ്റ്. ഫാൾട്ട് ഉള്ള സമയത്തോ ഡിഫക്റ്റ് ഉള്ള സമയത്തല്ല, എപ്പോഴാണോ അതിന് മാനുവൽ പ്രകാരം മെയിൻ്റനൻസ് സ്പെസിഫൈ ചെയ്തത് ആ സമയത്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയും 1000 കിലോമീറ്റർ ആകുമ്പോൾ കൊണ്ടുവരാൻ പറയും, രണ്ടാമത് പറയും 4000 കിലോമീറ്റർ ആകുമ്പോൾ കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറയും. അത് ആ പറയുന്ന സമയത്ത് തന്നെ നമ്മളത് കൃത്യമായി ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി കിട്ടുള്ളൂ. അപ്പോൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ആസ് പെർ ഷെഡ്യൂൾ ബേസ്ഡ് ഓൺ ദി എൻഡഡ് ഇൻ ദ മാനുവൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. A long shunt compound generator delivering a load 100 ampere at 500 volt has armature, series field and shunt field resistances as 0.1 ohm, 0.03 ohm and 200 ohm respectively. What is the armature current? നമ്മൾ തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞത് ലോങ് ഷണ്ടാണ്. ലോങ് ഷണ്ടിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ പാർട്ട് ഇവിടെ ഉണ്ടാവും, ഒരു ഫീൽഡ് വൈൻഡിങ് ഇങ്ങനെ ഉണ്ടാവും. ലോങ് ഷണ്ടാണ്. അപ്പോൾ ഈ ലോങ് ഷണ്ടിൽ ഇതാണ് നമ്മുടെ മോട്ടർ എന്ന് പറയുന്നത് ഡയഗ്രാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡെലിവറിങ് എ ലോഡ് ഓഫ് 100 ആംപിയർ എന്നാണ് അറ്റ് 500 വോൾട്ട്. ആർമേച്ചറിൻ്റെയും സീരീസിൻ്റെയും ഫീൽഡിൻ്റെയും ഒക്കെ ഷണ്ട് വൈൻഡിങ്. ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 ഓം, സീരീസ് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.03 ഓം, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ഓം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആർമേച്ചർ കറണ്ട് എന്നാണ് ചോദിച്ചത്. ആർമേച്ചർ കറണ്ട് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന കറണ്ട് ISH ആണ്. ഇതാണ് നമ്മുടെ I, ഇതാണ് നമ്മളുടെ IA, RI, റൈറ്റ്. സോ IA ഈസ് ഈക്വൽ ടു ഡെലിവറിങ് എ ലോഡ് കറണ്ട് 100 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ 100 ആംപിയർ ആണ്. അപ്പോൾ ആംപിയർ ഇത് ഇങ്ങനെയാണ്, 100 ആംപിയർ ആണ്. അപ്പോൾ 100 ആംപിയർ IA ഈസ് ഈക്വൽ ടു ISH പ്ലസ് I എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഡിവൈഡ് ബൈ 200 പ്ലസ് 100. 500 ഡിവൈഡ് ബൈ 200 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2.5 പ്ലസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 102.5. ഓപ്ഷൻ സി. Which one of the part of DC generator is used to spread out the flux in the air gap uniformly? നമ്മൾ ഒരു DC മെഷീൻസിൻ്റെ പോളിനകത്ത് പോൾ ഷൂ 2 പാർട്ടുകളുണ്ട്. പോൾ ഷൂ ഉണ്ട്, പോൾ കോർ ഉണ്ട്. പോൾ കോർ എന്ന് പറയുന്നത് ഫീൽഡ് വൈൻഡിങ്ങിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് പോൾ കോർ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യാൻ വരുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് പോൾ ഷൂ. ഇൻ വിച്ച് മെറ്റീരിയൽ ദ ബ്രഷസ് ഓഫ് എ DC ജനറേറ്റർ ആർ മെയ്ഡ്? DC ജനറേറ്റേഴ്സിൻ്റെ ബ്രഷ് ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ കാർബൺ കൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കൊണ്ടാണ് DC മെഷീൻസിൻ്റെ ബ്രഷ് ഉണ്ടാക്കുന്നത്. How many parallel paths are there in a simplex wave winding armature of a DC generator with 8 poles? Wave winding ആണെങ്കിൽ അതിനകത്ത് 2 പാരലൽ പാത്തും, ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ അതിനകത്ത് എത്ര പോൾ ഉണ്ടോ അത്രയും പാരലൽ പാത്തുമാണ് ഉണ്ടാവുക. ഇനി സിംപ്ലക്സ് വൈൻഡിങ് ആണെങ്കിൽ അത് 2ഉം, ഡുപ്ലക്സ് വൈൻഡിങ് ആണെങ്കിൽ 2x2ഉം, ട്രിപ്ലക്സ് വൈൻഡിങ് ആണെങ്കിൽ 3x2ഉം, അങ്ങനെയാണ് നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഉണ്ടാവുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിംപ്ലക്സ് വേവ് വൈൻഡിങ് ആണ്, അതിനകത്ത് 2 പാരലൽ പാത്താണ് ഉണ്ടാവുന്നത്. ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ KVA. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ KVA. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ആ വീഡിയോ റെഫർ ചെയ്യുക. നമ്മൾ സം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ.
KW എന്ന് പറയുന്നത് ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആണ്, KVH എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്, KVAR എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് ഇവിടെ. കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ എ ലോ വോൾട്ടേജ് സൈഡ് ഓഫ് 11 kV 250/125 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എല്ലാവർക്കും അറിയണ്ടാവും. P1 V1 = P2 V2. ഇതിനകത്ത് നിന്ന് എല്ലാവർക്കും അറിയണ്ടാവും. അതായത് 1 kVA ആണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ വോൾട്ടേജ് സൈഡിലുള്ളത് 1 kVA ആണ്. 1 kVA = നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോ വോൾട്ടേജുള്ള കറണ്ടാണ്. അപ്പോൾ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 125 ഇൻറ്റു P1 I1 V1 I1 / I2 V2 ആണേ. 125 ഇൻറ്റു I2. Then I2 is equal to 1 kVA means 1000 divided by 125. That's equal to 8 ampere. Option C. രണ്ട് സൈഡിലെയും പവർ സെയിം ആവുക. V1 I1 is equal to P2 I2. രണ്ട് സൈഡിലെയും പവർ സെയിം ആയിരിക്കും. Which type of transformer does not isolate secondary? സെക്കൻഡറി ഐസൊലേറ്റ് ചെയ്യാത്ത ട്രാൻസ്ഫോമർ ഏതാണെന്നുള്ളത്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ മെഷർമെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നു. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. ഈ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയും സെക്കൻഡറിയും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വിത്ത് യൂസിങ് ഫോർ മെഷർമെന്റ് പർപ്പസ്. The speed of 8-pole 50 Hz alternator, speed ns is equal to 120 f/p. That's equal to 120 into frequency 50 Hz തന്നിട്ടുണ്ട്, number of poles 8 തന്നിട്ടുണ്ട്. 120 into 50 divided by 8, you will get it as 750 rpm. Option C. A three-phase delta connected alternator having a rotating armature will have a three-phase delta connected alternator having a rotator armature will have 3 സ്ലിപ്പ് റിങ്സ് ആണ് ഉണ്ടാവുക. ഒരു 3-phase ഡെൽറ്റ കണക്ഷനകത്ത് 3 സ്ലിപ്പ് റിങ്സ് ആണ് ഉണ്ടാവുക. The current from the stator of an alternator is taken to an external circuit through current from stator alternator. സ്റ്റേഷനറി ആണ്. സ്റ്റേറ്റർ ആൾട്ടർനേറ്റർ എന്ന് എടുക്കുന്നത് സോളിഡ് കണക്ഷൻസ് വഴിയാണ്. സപ്പോസ് ഇത് റൊട്ടേറ്റിംഗ് പാർട്ട് നിന്നാണ് നമ്മൾ സപ്ലൈ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് വേണം? സ്ലിപ്പ് റിങ്ങും ബ്രഷും യൂസ് ചെയ്യണം. ഇത് കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ സോളിഡ് കണക്ഷൻസ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ഷൻ എടുക്കുന്നത്. വിച്ച് മീൻ സ്റ്റേറ്റർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് റൊട്ടേറ്റിംഗ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്രഷ് ആൻഡ് സ്ലിപ്പ് റിംഗ്. The DC and AC generators are similar in one important function, that is DC ജനറേറ്ററിൻ്റെയും AC ജനറേറ്ററിൻ്റെയും ഒരേ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ജനറേറ്റ് ചെയ്യുന്നത് AC EMF തന്നെയാണ്. DC ജനറേറ്ററിലായാലും ശരി AC ജനറേറ്ററിലായാലും ശരി ജനറേറ്റ് ചെയ്യുന്നത് AC EMF ആണ്. DC ജനറേറ്ററിനകത്ത് അതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്തുകൊണ്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Which type of fire extinguisher must not be used in case of electrical base fire? Electrical base fire യൂസ് ചെയ്യാൻ പറ്റാത്ത ഫയർ എക്സ്റ്റിങ്വിഷർ എന്ന് പറയുന്നത് ഫോം ഫയർ എക്സ്റ്റിങ്വിഷർ ആണ്. ഫോം, വാട്ടർ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലാസ് ഡി ഫയറായ ഇലക്ട്രിക്കൽ ഫയറിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഹ്യൂമൻ ബോഡിയിലെ കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന്, ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. 2, ലൈൻ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? മൂന്നാമത്തത്, ലൈൻ കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? കറണ്ട് ആൻഡ് വോൾട്ടേജ് ത്രൂ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഹ്യൂമൻ ബോഡി. നാലാമത് പറഞ്ഞ ആളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലൈൻ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലൈൻ കറണ്ടിനെയും ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര കറണ്ടാണോ നമ്മുടെ ബോഡി കൂടെ ഫ്ലോ ചെയ്യുന്നത് ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എത്ര സമയം ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. The next question number 25. The size of teeth of hacksaw blade is directly related to its pitch. How is the pitch specified? ഈ ഹാക്സോ ബ്ലേഡിൻ്റെ സൈസ് നമ്മൾ പിച്ചുമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടിട്ടുണ്ടാവുമല്ലോ ഹാക്സോ ബ്ലേഡിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹാക്സോ ബ്ലേഡിൻ്റെ ബ്ലേഡ് ഉണ്ടാവുക. ഈ ഒരു ലെങ്ത്തിനെ പറയുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു ഒരു എത്ര ലെങ്ത് ഉണ്ട്, എത്ര പിച്ച് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബ്ലേഡ് ഉണ്ടെന്ന് പറയുന്നത് എത്ര പിച്ച് ഉണ്ടെന്നാണ് പറയാം. 25 mm എത്ര പിച്ച് ഉണ്ട്, എത്ര പെർ ലെങ്ത് ഓഫ് 25 mm. 25 mm എത്ര പിച്ച് ഉണ്ട്, അതാണ് അതിന് സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ. Then which is the correct angle
with a cable surface at which the knife blade should be kept which stripping a cable. നമ്മൾ ഒരു കേബിൾ സ്ട്രിപ്പ് ചെയ്യാണ്, ഒരു നൈഫ് വെച്ച് സ്ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ കേബിളും നൈഫും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്, അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ എബൌട്ട് ടു 20 to 45 ഡിഗ്രി. 30 ഡിഗ്രി വരുന്നത് നമുക്ക് 20 to 45 ഡിഗ്രി. എക്സാക്ട് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്, 20 to 40 ഡിഗ്രി ഓർ 20 to 45 ഡിഗ്രി. അത് രണ്ടും ടൂൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും എ ത്രിട്ടിൽ ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റർ ബ്ലോക്സ് ദ സർജ് വോൾട്ടേജ് അപ്പിയറിംഗ് ഇൻ ദ ലൈറ്റ്. ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ്നിങ് കൊണ്ടുണ്ടാകുന്ന ഹൈ വോൾട്ടേജിനെ എടുത്തിട്ട് എർത്തിലേക്ക് പാസ് ചെയ്യുന്ന ആളിനെയാണ് ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. അപ്പോൾ ബ്ലോക്ക് ദ സർജ് വോൾട്ടേജ് അപ്പിയറിംഗ് ഇൻ ദ ലൈൻ അല്ല. അബ്സോർബ് ദ സർജ് വോൾട്ടേജ് അപ്പിയറിംഗ് ദ ലൈൻ അല്ല. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാത്ത് പ്രൊവൈഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ദ സർജ്, റൈറ്റ്. റിട്ടേൺ സർജ് ബാക്ക് ടു ദ സോഴ്സ്, തിരിച്ചങ്ങോട്ട് കൊടുക്കാനൊന്നും ആർക്കൊണ്ടും പറ്റില്ല. വാട്ട് ഇസ് ദ റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് 15 വോൾട്ട് 50 ഹെർട്സ് 3-phase full wave rectifier? Ripple frequency FO is equal to number of pulses into frequency. അപ്പോൾ നമുക്ക് രണ്ട് ഇതുണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ആ ഫുൾ വേവ് റെക്ടിഫയറിൽ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 1 ആണ്, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ പൾസസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി 3 phase ആവുന്ന സമയത്ത് എത്ര പൾസസ് വരും? 2 into 3 ദാറ്റ്സ് ഈക്വൽ ടു 6 നമ്പർ ഓഫ് പൾസസ്. അപ്പോൾ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into 2 ദാറ്റ് മീൻസ് 6 into സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ്, 50 into 6 ദാറ്റ് മീൻസ് 300 ഹെർട്സ്. അതാണ് റിപ്പിൾ ഫ്രീക്വൻസി. ഇൻ എ മോട്ടോർ ജനറേറ്റർ സെറ്റ് ദ ടൈപ്പ് ഓഫ് AC മോട്ടോർ യൂസ്ഡ്. സിങ്ക്രണസ് മോട്ടറാണ് MG സെറ്റിൽ യൂസ് ചെയ്യുന്ന മോട്ടർ സിങ്ക്രണസ് മോട്ടറാണ്. 2-pin socket should not be used in domestic wiring unless the appliance to be connected is. 2 പിൻ സോക്കറ്റുകൾ ഡൊമസ്റ്റിക് വയറിങ്ങിൽ 2 പിൻ സോക്കറ്റ് അല്ല 2 പിൻ സോക്കറ്റ്, 2 പിന്നുള്ള സോക്കറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്. ഡൊമസ്റ്റിക് വയറിങ്ങിനകത്ത് 2 പിൻ സോക്കറ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഏത് സിറ്റുവേഷനിൽ? നമ്മൾ അതിനകത്ത് ഒരു ELCB വെച്ചിട്ടില്ല എങ്കിൽ. 2 പിൻ സോക്കറ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ there should be 1 ELCB in our circuit. Option C. Which type of wiring is suitable for multi-storage building? Multi-storage buildingന് യൂസ് ചെയ്യുന്ന വയറിംഗ് എന്ന് പറയുന്നത് ട്രീ സിസ്റ്റം ആണ്. റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ് റിംഗ് മെയിൻ സിസ്റ്റം. ഹൗസ് വയറിംഗിൽ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം, റൈറ്റ്. ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിൽ അതും മൾട്ടി സ്റ്റോറേജിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം ഹൗസ് വയറിങ്ങിലും, ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സിസ്റ്റം എന്നാണുള്ളതെങ്കിൽ മൾട്ടി സ്റ്റോറേജിലും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാറുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സിസ്റ്റം അല്ലെങ്കിൽ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Then what is the maximum permissible voltage of an appliances of 16 ampere fuse? 16 ampere fuse branch circuit. Suppose 3 ampere ആണെങ്കിൽ അതിന് 700 വാട്ട്സ് ആണ്. 5 ആംപിയർ ഫ്യൂസ് ആണെങ്കിൽ 1200 വാട്ട്സ് ആണ്. 13 ആംപിയർ ഫ്യൂസ് ആണെങ്കിൽ അത് 3000 വാട്ട്സ് ആണ്. 16 ആംപിയർ ആണെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി 13 ആംപിയർ 16 ആംപിയർ ഒക്കെ റേഞ്ച് തന്നെ 3000 വാട്ട്സ് തന്നെ. ദെൻ 30 ആംപിയർ ആണെങ്കിൽ അത് 7 കിലോ വാട്ട്. 3000 വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ വാട്ടാണ്. ദെൻ സപ്പോസ് 45 ആംപിയർ ആണെങ്കിൽ അത് 13 കിലോ വാട്ട്. ഇങ്ങനെയാണ് ഫ്യൂസ് റേറ്റിങ്ങിൻ്റെ പവർ റേഞ്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 16 ആംപിയർ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുക? 3 കിലോ വാട്ട് അല്ലെങ്കിൽ 3000 വാട്ട്സ്. A NAND circuit with a positive logic will operate as. നമുക്ക് നോക്കാം നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഔട്ട്പുട്ട് 0 ആണെങ്കിൽ 1, 0 1 ആണെങ്കിൽ 1, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 0. Right, with a positive logic it will operate as a NOR gate. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുത്ത് നോക്കാം. NOR ഗേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ AB ഔട്ട്പുട്ട് 0 0 1, 1 0 0, 0 1 0, 1 1 0. നേരെ തിരിച്ചാണ്. So it will operate as a NOR gate. Then a decade counter requires, already we told a decade counter means mode
10 കൗണ്ടറിനെയാണ് ഡിക്കേഡ് കൗണ്ടർ എന്ന് പറയുക. 2n മോഡ് വരണമെന്നുണ്ടെങ്കിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. 10 കിട്ടണമെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ 4 ആയിരിക്കണം. 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. When a PN junction is forward biased, എന്ത് സംഭവിക്കും? PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ഡിക്രീസസ്. കറക്റ്റ് ആണ്. മൈനോറിറ്റി ക്യാരിയേഴ്സ് വിൽ നോട്ട് അഫക്റ്റ്, ഇറ്റ് വിൽ അഫക്റ്റ്. മൈനോറിറ്റി ക്യാരിയേഴ്സിനെയും കൂടെ അഫക്റ്റ് ചെയ്യും, ചാർജാണ്. ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് അവേ ഫ്രം ദ ജംഗ്ഷൻസ്. മെജോറിറ്റി ക്യാരിയേഴ്സ് അവേ ഫ്രം ദ ജംഗ്ഷൻ അല്ല, ടുവേർഡ്സ് ദ ജംഗ്ഷൻ ആണ്. ഓൾ ഓഫ് ദി എബോ അല്ല. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എ ട്രാൻസിസ്റ്റർ BJT വർക്ക് ആസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് വെൻ. ട്രാൻസിസ്റ്റർ എപ്പോഴാണ് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും, അതായത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും ആയിരിക്കണം. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വർക്ക് ആസ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. 37. Which one of the following capacitor is usable only for DC? താഴെ തന്നിരിക്കുന്നതിൽ DC-ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഏതാണ്? DC-ക്ക് മാത്രം ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പൊളാരിറ്റി അല്ലെങ്കിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. പോളറൈസ്ഡ് ആണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പോളറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? DC-യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, AC-യിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് പോളറൈസ്ഡ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പോളറൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ എവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? DC-യിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അലുമിനിയം ഫോയിൽ, മെറ്റാലിക് പേപ്പർ, പോൾഡ് അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അത് ഏത് മോഡലായാലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ DC-യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ദെൻ when n cells of each EMF E volt and internal resistance R ohm are connected in series through an external resistance R, the current through R is given by. സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 + E2 ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 + R2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I = കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ഇൻ സീരീസ് ആയതുകൊണ്ട് തന്നെ n നമ്പർ ഓഫ് സെൽസ് ആയതുകൊണ്ട് n × E വരും, ഡിവൈഡഡ് ബൈ ലോഡ് റെസിസ്റ്റൻസ് അല്ല എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് R പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1 + R2 + R2 അല്ലെങ്കിൽ NR. NE ഡിവൈഡ് ബൈ R + NR ആണ് കറണ്ടിൻ്റെ വാല്യൂ. ആ ഓപ്ഷൻ ഇതിനകത്തില്ല. റെഡി? അതായത് ഇത് ആക്ച്വലി n⁻E എന്നല്ല, NE ഡിവൈഡഡ് ബൈ R + NR എന്നായിരുന്നെങ്കിൽ ഇതായിരുന്നു കറക്റ്റ് ആൻസർ. ഇത് n⁻E എന്നാണ് കൊടുത്തിരിക്കുന്നത്. Find the value of capacitance that required to 5.5 coulomb to 25 volt. Capacitance is equal to Q by V. Q is equal to 0.5 divided by 25. You will get it as 0.02 farad. Option A. When a hydrometer reads 1.26, then what is the status of the lead acid cell? Hygrometer 1.26 ആണ് റീഡിംഗ് എങ്കിൽ lead acid cellന്റെ സ്റ്റാറ്റസ് എത്രയാണെന്ന് ചോദിച്ചത്. ഇപ്പോൾ lead acid cellന്റെ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി, ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ അനുസരിച്ചാണ് എത്ര ചാർജ് എന്നത്. അതിൽ ഡിസ്ചാർജ് കണ്ടീഷൻ ആണെങ്കിൽ അതിനകത്ത് 1.13 ആണ് ഹൈഗ്രോമീറ്റർ കാണിക്കുക. 25% 0%. 25% ചാർജ് ആണെങ്കിൽ അത് 1.19 കാണിക്കും. 50% ചാർജ് ആണെങ്കിൽ അത് 1.22 കാണിക്കും. 75% ചാർജ് ആണെങ്കിൽ അത് 1.25 കാണിക്കും. 100% ചാർജ് ആണെങ്കിൽ അത് എന്ത് കാണിക്കും? 1.28 അല്ലെങ്കിൽ 1.26 എന്ന് കാണിക്കും. അപ്പോൾ ഓപ്ഷൻ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ ടേബിൾ ഓർമ്മ വെക്കും. എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് ലോ റിട്ടൻറ്റീവ്നെസ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാനുഫാക്ചറിങ് ഓഫ്. ലോ റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനകത്ത് മാഗ്നറ്റിസത്തെ റെസിഡ്യൂ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെസിഡ്യൂ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. ലെസ് റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെസിഡ്യുവൽ മാഗ്നറ്റിസം വയ്ക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അത്തരത്തിലുള്ള മാഗ്നറ്റാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. 42. Which term in magnetic circuit is analogous to electrical term? കറണ്ടുമായിട്ട് അനലോഗസ് ആയിട്ടുള്ള ടേം ഏതാണെന്നാണ് ചോദിച്ചത്. കറണ്ടുമായി അനലോഗസ് ആയിട്ടുള്ളത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ളത് കറണ്ട് ഡെൻസിറ്റിയാണ്. പെർമിയൻസിന് അനലോഗസ് ആയിട്ടുള്ളത് കണ്ടക്റ്റൻസ് ആണ്. റിലക്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ളത് റെസിസ്റ്റൻസ് ആണ്. റൈറ്റ്.
Then question number 43. The direction of magnetic lines of force when the current is in the plane of paper in right hand thumb rule വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തമ്പ് നമ്മൾ ഇത് വെൻ കറണ്ട് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ആവുന്ന സമയത്ത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരിക. അതായത് തമ്പ് കറണ്ട് ഡയറക്ഷൻ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വലത്തോട്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇനി എവേ ഫ്രം ദ പ്ലെയിൻ എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എവേ ഫ്രം ദ പ്ലെയിൻ ആയിരുന്നെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. Then 44. Two current carrying conductors lying parallel to each other are exerting a force of attraction on each other. The currents are, അത് attraction ആണെങ്കിൽ കറണ്ട് സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. റിപ്പൾഷൻ ആണെങ്കിൽ ആ കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അട്രാക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷനും, റിപ്പൾഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ദർ ഇൻ എ കോപ്പർ ആറ്റം? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അറ്റോമിക് നമ്പർ 29 ആയതുകൊണ്ട് തന്നെ കോപ്പറിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 29 ഇലക്ട്രോൺ ഉണ്ടാവും, 29 പ്രോട്ടോണും ഉണ്ടാവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ 29. ഇനി ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് ഇറ്റ്സ് ഇൻ സെയിം ഡയറക്ഷൻ. Then 250 volt 100 watt resistance of 250 volt 100 watt lamp will be R is equal to V square by R. 250 into 250 divided by 100. ഇതുകൊണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ you will get it as 625 ohms. Option C. The specific resistance of a substance depends upon specific resistance. Resistance is equal to R is equal to rho L by A. ഇതിനകത്തുള്ള റോയെ പറയുന്ന പേരാണ് specific resistance. Specific resistance is the resistance offered between the two faces of a material that having 1 centimeter square and 1 cubic meter എന്ന് കറക്റ്റ് അല്ല, 1 centimeter square and 1 meter ലെങ്ത്. അതായത് രണ്ട് ഫേസിനിടയിലുള്ള ആ മെറ്റീരിയലിനെ ബേസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് രണ്ട് പേരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഏതാണോ മെറ്റീരിയൽ, ആ മെറ്റീരിയലിനെയും രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല, ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണെന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. 48. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. കുളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. റൈറ്റ്. ഇൻഡക്റ്റൻസിൻ്റെ മോ എന്ന് റെസിസ്റ്റൻസ് അല്ല, യൂണിറ്റ് ആണ്. മോ എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ്, കുളും എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ്, ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. കുളുംബ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് കുളുംബ് തന്നെയാണ് കേട്ടോ. ദ പവർ ഫാക്ടർ ഓഫ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടറാണ്. ദെൻ സീറോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ, ലീഡിംഗ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ്, ലാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഫോർ എ സൈനസോയിഡൽ വേവ് ഫോം എഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ്, എഫക്റ്റീവ് വാല്യൂ വോൾട്ടേജ് മീൻസ് എഫക്റ്റീവ് വാല്യൂ പറയുന്ന മറ്റൊരു പേരാണ് RMS വാല്യൂ. RMS വാല്യൂ is equal to maximum value divided by √2. Emax divided by √2. Option B. The RMS value of an AC is equal to 0.707 of maximum value. 0.707 of maximum value. ഇനി 0.637 of maximum value എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വാല്യൂ ആണ്. RMS വാല്യൂ അല്ല, ആവറേജ് വാല്യൂ ആണ് 0.637. 0.707 എന്ന് പറയുന്നത് RMS വാല്യൂ. Then 52. A circuit has an impedance of 22 ohms and drawing a current of 10 ampere at a 0.8 power factor lagging. Which one of the following will be the apparent power? Z is equal to 22 ohm ആണ്. I എന്ന് പറയുന്നത് 10 ampere ആണ്. cos phi എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് പവറിൻ്റെയും റിയാക്റ്റീവ് പവറിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. സോ അപ്പാരൻറ്റ് പവർ S is equal to I square Z. I square R or I square Z is equal to 10 square into 22. That is equal to 2200. That is equal to 2.2 kVA. Option A. Then 53. When 2 wattmeters are used to measure a power of a three-phase balanced circuit and 1 wattmeter reads negative, it means the angle of lag is കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത് അതിൻ്റെ പവർ ഫാക്ടർ എത്രയാണെന്നായിരുന്നു. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ആംഗിളാണ്. നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 ആയിരിക്കണം. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ആംഗിളാണ്. കോസ് ഫൈയുടെ വാല്യൂ ആണ് 0.5.
അപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 0.5 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ 0.5 താഴോട്ട് വരണം എന്നുള്ള സമയത്താണ് നമുക്ക് നെഗറ്റീവ് റീഡിങ് കിട്ടുന്നത്. അപ്പോൾ ആംഗിൾ എന്ത് ചെയ്യും? മേലോട്ട് പോകും. അപ്പോൾ മോർ ദാൻ 60 ഡിഗ്രി ആംഗിൾ വരുന്ന സമയത്താണ് എന്ത് വരുന്നത്? നെഗറ്റീവ് റീഡിങ് വരുന്നത്. അല്ലെങ്കിൽ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5. The purpose of backup fuse is to provide protection against excess current. ഫ്യൂസ് എന്ന് പറയുന്നത് എക്സസ് കറണ്ട് അല്ലെങ്കിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. കുറേയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ട്, അത് ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ്. ഇൻ എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ദ ഡാമ്പിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ. ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് 3 ടോർക്കാണുള്ളത്. ഒന്ന് ഡിഫ്ലക്ഷൻ ടോർക്ക്. ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ 0-ൽ നിന്നും പോയിന്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുക. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടോർക്കാണ് കൺട്രോളിങ് ടോർക്ക്. ഈ ഡിഫ്ലക്ഷൻ ടോർക്കും കൺട്രോളിങ് ടോർക്കും ഈക്വൽ ആവുന്ന സമയത്താണ് നമ്മൾ പോയിന്റർ റെസ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ പോർഷനിൽ കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിന്റർ ഡാമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഡാമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡാണുള്ളത്. ഒന്ന് സ്പ്രിംഗ് മെത്തേഡും അതേപോലെ തന്നെ ഗ്രാവിറ്റി മെത്തേഡും. സ്പ്രിംഗ് മെത്തേഡ് നമ്മൾ MC ഇൻസ്ട്രുമെൻറ്റിലും ഗ്രാവിറ്റി മെത്തേഡ് MI ഇൻസ്ട്രുമെൻറ്റിലാണ് നോർമലി യൂസ് ചെയ്യുക. ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 3 മെത്തേഡാണുള്ളത്. എഡ്ഡി കറണ്ട് ഡാമ്പിങ്, അതേപോലെ തന്നെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, അതല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. എഡ്ഡി കറണ്ട് ഡാമ്പിങ് നമ്മൾ MC ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യും. എയർ ഫ്രിക്ഷനും ഫ്ലൂയിഡ് ഫ്രിക്ഷനൊക്കെ MI ഇൻസ്ട്രുമെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് ടോർക്ക് ഏതാണത്? എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. Then question number 56. Which instrument is used for the measurement of medium resistance directly? ഡയറക്റ്റായിട്ട് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെൻ്റ് ആണ് ഓം മീറ്റർ. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. മെഗർ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് മെഗർ എന്ന് പറയുന്നത്. വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ. ഓപ്ഷൻ സി. The force required to move the pointer in an indicating instrument. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു 3 ടോർക്കിൽ ഡിഫ്ലക്ഷൻ ടോർക്കാണ്. പോയിന്ററിനെ 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടോർക്ക് ഡിഫ്ലക്ഷൻ ടോർക്കാണ്. Determine the full pitch of a 3-phase 36 slot 36 coil 6 pole motor. ഫുൾ പിച്ച്, അതായത് പിച്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിച്ച് ഇസ് ഈക്വൽ ടു പോൾ പിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. 36 സ്ലോട്ടിനകത്ത് 36 കോയിലാണുള്ളത്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 36/6 ഇസ് ഈക്വൽ ടു 6 പോൾ. 6 ആണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. 6 ഓപ്ഷൻ ബി. ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് പെർ ഫേസ് പെർ പോൾ ഈസ്. ഡയറക്റ്റ് ഇക്വേഷൻ എന്താ ചോദിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് per phase means number of phases per pole, number of phases into pole. Option B. അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിന് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. The next question, in a DC machines the number of commutator segment is equal to. ഒരു DC മെഷീൻസിനകത്ത് എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് എത്ര കോയിൽ ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കോയിലുണ്ട്, എത്ര ആർമേച്ചർ കോയിലുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എത്ര സ്ലോട്ട് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റേഴ്സിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. ദ സ്പീഡ് ഓഫ് ഡാഷ് മോട്ടർ ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ഗ്രാഫ് വരച്ചതാണ്. ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്, ഇത് ക്യൂമുലേറ്റീവ്, സീരീസ്, റൈറ്റ്. ഇത് ഡിഫറൻഷ്യൽ, ഷണ്ട്, ക്യൂമുലേറ്റീവ്, സീരീസ്. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് മോട്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷണ്ട് മോട്ടർ. ഓപ്ഷൻ ടി. The illumination required for a workplace where fine work is preferred will be in the order of. ഫൈൻ വർക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 1000 ലുമൻസ് പെർ സ്ക്വയർ മീറ്റർ ആണ്. 500 എന്ന് പറയുന്നത് ജനറൽ ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് 500 ലുമൻ പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. ഈ ഫൈൻ വർക്കിനേക്കാളും മേലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി റിപ്പയർ പോലെയുള്ള ഹൈലി എന്താ പറയുക ഫൈനായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് 1500 വാട്ട്സ് എന്ന് പറയുന്നത്. ഇനി അതിലും ഫൈനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അവിടെ നമ്മൾ 2000 ലുമൻസുള്ള ലൈറ്റാണ് യൂസ് ചെയ്യുക. ലൂമിനസ് എഫിഷ്യൻസി ഓഫ് എ ഫ്ലൂറസെൻറ്റ് ട്യൂബ് ഈസ്. ഫ്ലൂറസെൻറ്റ് ട്യൂബിൻ്റെ ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 വാട്ട്സ് ആണ്.
30 വാട്ട്സ് എന്ന് പറയുന്നത് മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ എഫിഷ്യൻസിയാണ്. ഇൻകാൻഡസൻ ലാമ്പിൻ്റെ എഫിഷ്യൻസിയാണ് 40 മെഗാവാട്ട്. 80 മെഗാവാട്ട്സ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിൻ്റെതാണ് 80 ലൂമെൻസ് എന്ന് പറയുന്നത്. സപ്പോസ് അത് ലോ പ്രഷർ ആയിരുന്നുവെങ്കിൽ 100 ലൂമെൻസ് പെർ വാട്ടാണ് ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് എ ഫ്ലൂറസെൻറ്റ് ലാമ്പ്? ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് എ ഫ്ലൂറസെൻറ്റ് ലാമ്പ്. ഫ്ലൂറസെൻറ്റ് ലാമ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടാണ്. ആ സ്റ്റാർട്ടറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വെരി ഹൈ വോൾട്ടേജ് ആണ്, വിച്ച് മീൻസ് 1100 1100 വോൾട്ടാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ, ഒരു ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ സ്റ്റാർട്ടറിന് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഫോർ ഇൻഡസ്ട്രിയൽ ഫർണസ് where temperature should remains constant, which material should be used as a heating element? നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിനകത്ത് യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് നിക്രോമാണ്. നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും അലോയാണ്. ക്രോമിയം 20%, നിക്കൽ 80% ഉള്ള അലോയെ പറയുന്ന പേരാണ് നിക്രോം. നിക്രോമാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നോർമലി എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഹീറ്റിംഗ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. യുറേക്ക എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വയർ മൗണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? യുറേക്ക യൂസ് ചെയ്യുന്നത്. While running food mixtures in the house, there is a lot of interference in the radio and TV. The most likely reason is, ഈ നമ്മുടെ വീട്ടിനകത്ത് ചില സമയത്ത് മോട്ടർ മിക്സി ഓണാക്കി കഴിഞ്ഞാൽ, മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി എന്തെങ്കിലും ഓണാക്കി കഴിഞ്ഞാൽ നമ്മളുടെ റേഡിയോക്കും ടി വിക്കകത്ത് ഒരു കരകരപ്പ് വരും. ഒരു ചെറിയൊരു കരകരപ്പ് ഉണ്ടാവും തൊട്ടടുത്തോ അല്ലെങ്കിൽ ആ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ആ കരകരപ്പിനെ പറയുന്ന പേരാണ് റേഡിയോ ഇൻ്റർഫറൻസ്. അതായത് ആ റേഡിയോ ഇൻ്റർഫറൻസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രഷിനിടയിലുള്ള കപ്പാസിറ്റർ ഓപ്പൺ സിറ്റുവേഷൻ ആയതുകൊണ്ട്, മിക്സിക്കകത്തുള്ള കപ്പാസിറ്ററിനെ ഓപ്പൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ റേഡിയോ ഇൻ്റർഫറൻസ് സംഭവിക്കുന്നത്. കപ്പാസിറ്റർ അക്രോസ് ദ ബ്രഷ് ഈസ് ഓപ്പൺ. വിച്ച് ടൈപ്പ് ഓഫ് വാഷിംഗ് മെഷീൻ കണ്ടെയ്ൻസ് 2 ടബ്സ്? ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ടൈപ്പ് വാഷിംഗ് മെഷീൻ ഉണ്ട്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാനുള്ള ഡ്രസ്സ് മുഴുവൻ അതിനകത്ത് ഇട്ടിട്ട് ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി, അത് ഉണക്കി കൈ തരും. അതാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലക്കി കഴിഞ്ഞതിന് ശേഷം അത് ഉണക്കണമെന്നുണ്ടെങ്കിൽ മാനുവലി എടുത്തിട്ട് ഒരു ടബിൽ നിന്ന് അടുത്ത ടബിലേക്ക് മാറ്റണം. അപ്പോൾ 2 ടബുള്ള വാഷിംഗ് മെഷീനാണ് ഏത്? സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വാഷിംഗ് മെഷീനാണ് നമുക്കുള്ളത്, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ടബ്ബേ ഉണ്ടാവുള്ളൂ. ഒറ്റ ടബിനകത്ത് മുഴുവൻ പരിപാടികളും അയാൾ തന്നെ ചെയ്യും. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ കൂടുതൽ കൺസ്യൂം ചെയ്യും. ദെൻ നോ ലോഡ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ ട്രാൻസ്ഫോമർ ഇസ് ടു ഫൈൻഡ്. നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് 2 ടെസ്റ്റാണ് ചെയ്യുക. ഒന്ന് നോ ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റ്. നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നോർമലി കോർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയൺ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് 2 ടെസ്റ്റുകൾ ട്രാൻസ്ഫോമറിനകത്തുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അയൺ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ ഓം ഈസ് കോൾഡ് ആസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷനാണ്. ദ ഫ്രീക്വൻസി ഓഫ് AC സപ്ലൈ യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് ഡൊമസ്റ്റിക് പർപ്പസ് ഈസ് 50 Hz. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz ആണ്. ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണ്. ഇൻ എ 3-phase സിസ്റ്റം 3 phased വോൾട്ടേജസ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ 3 ഫേസുകൾ R, Y, P എന്ന് പറയുന്ന 3 ഫേസുകൾ 120 ഡിഗ്രി 120 ഡിഗ്രി 120 ഡിഗ്രിയാണ് ഓരോന്നിൻ്റെയും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി. In order to reduce hysteresis loss, the core of electrical machines are generally made up of. Hysteresis loss എന്ന് പറയുന്നത് നോർമലി ഹിസ്റ്ററിസിസ് കർവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മാഗ്നറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കർവാണ് ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിസിസ് കർവിൻ്റെ ഏരിയ കുറയണം. അപ്പോൾ അതനുസരിച്ചുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻസിനകത്ത്, ഇലക്ട്രിക്കൽ മെഷീൻസിനകത്ത് കോറായിട്ട് ആരെ യൂസ് ചെയ്യുന്നത്?
സിലിക്കൺ സ്റ്റീലിന് യൂസ് ചെയ്യുന്നത്. ഇനി സിലിക്കൺ സ്റ്റീൽ അല്ല എങ്കിൽ നമുക്ക് ഓപ്ഷനിൽ വേറൊരു അവസാനം ചിലപ്പം കണ്ടെന്ന് വരാം, CRGO സ്റ്റീൽ. സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ CRGO സ്റ്റീൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദ സ്പീഡ് ഓഫ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. എനർജി മീറ്ററിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിനെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് മാഗ്നറ്റ്. അതിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് മാഗ്നറ്റ്. What is the material used inside the breather to prevent the moisture entering in transformer? ട്രാൻസ്ഫോമറിനകത്തൊക്കെ മോയ്സ്ചർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ട്രാൻസ്ഫോമർ മാത്രമല്ല നോർമലി എല്ലായിടത്തും മോയ്സ്ചർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് സിലിക്ക ജെൽ. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇഫ് 10% ഓഫ് എ നമ്പർ ഇസ് 30, വാട്ട് ഈസ് ദ നമ്പർ? ഒരു നമ്പറിന് 10% എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ആ നമ്പർ എത്രയാണെന്നാണ്. നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 100% ആണ്. എത്രയാണെന്നാണ് നമ്മോട് ചോദിച്ചത്. അപ്പോൾ 10% 30 ആണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ വെറുതെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 30 × 100 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 300. അതാണ് 100% അല്ലെങ്കിൽ ആ നമ്പർ. ഇങ്ങനെയാണ് സിംപ്ലി പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ വേറെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. റൈറ്റ്, ഇത് നമ്മൾ എക്സ് ചെയ്യുകയാണെങ്കിൽ 0.3x = 30 അങ്ങനെ കണ്ടുപിടിക്കണം. 0.01x = 30, x = 30/0.01 ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എ ലാഡർ ഈസ് കെപ്റ്റ് leaning against a wall such that its tip is along the top of the wall. The length of the ladder is 13 meter. The height of the wall is 12 meter. What is the difference between the base of the wall and the foot of the ladder? ഒരു വാളിൻ്റെ മുകളിൽ ഒരു ലാഡർ ചാരി വെച്ചിട്ടുണ്ട്. ലാഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 മീറ്റർ ആണ്. വാളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാഡർ വെച്ചതും ഈ മതിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെ ആ സമയത്ത് ഇതിൻ്റെ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? √13² - 12². 13² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 169, 12² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144. ഈസ് വിൽ ഗെറ്റ് ആസ് 25. √25 = 5 meter. Option C. Then 3.5 + 2 3/4 + 1/4 + 5 1/2. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 + 1 3 × 2 6 + 1 7/2 + 4 × 2 + 3 4 × 2 8 + 3 11/4 + 1 × 4 4 + 1 5/4 + 5 × 2 10 + 1 11 11/2. ഇനി ഇതിൻ്റെ LCM എടുക്കുക. 4 ആണ് LCM വരിക. ഇത് 2 × 7 14 + 11 + 5 + 22 ചെയ്ത് കഴിഞ്ഞാൽ 55/4 ദാറ്റ്സ് ഈക്വൽ ടു 13. ക്ലിയർ? ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സിമ്പിളി എന്ത് ചെയ്താൽ മതി? 3 + 2 + 1 + 5 3 + 2 5 5 + 5 10 10 + 1 11. റൈറ്റ്. ഇനി ബാക്കി ആഡ് ചെയ്യുക. ഹാഫ് + 3/4 + 1/4 + ഹാഫ്. ഈ ഹാഫും കൂട്ടിയാൽ 1 കിട്ടി. മുക്കാലും കാലും കൂട്ടിയാൽ വീണ്ടും 1 കിട്ടി. അപ്പോൾ ടോട്ടൽ 13. വേറെ ഒന്നും എഴുതാതെ എന്ത് ചെയ്തു? ആൻസർ കിട്ടി. ക്ലിയർ? രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞത് മാത്രം. എ ഷോപ്പ് കീപ്പർ മാർക്ക്ഡ് എ TV set 10% more than its cost price and it sell with 10% discount. What is the profit or loss in the sale? അപ്പോൾ ഒരു കടക്കാരന് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കാം. 100 രൂപേൻ്റെ സാധനം TV 100 രൂപയാണ്. ഇതിന് 10% കൂടുതൽ, അതായത് കോസ്റ്റ് പ്രൈസ് അതിന് 100 രൂപയാണ് വില, അതിൻ്റെ 10% കൂടുതലാണ് അയാൾ അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത്. അതിനെയാണ് മാർക്കിംഗ് പ്രൈസ് എന്ന് പറയുക. ഇതിനെയാണ് കോസ്റ്റ് പ്രൈസ്. എത്രയാണ് അതിൻ്റെ ആക്ച്വൽ വില? ആ കടക്കാരൻ അതിൻ്റെ മുകളിൽ എത്ര രൂപയുടെ ലേബലാണ് ഒട്ടിക്കുന്നത്, അതിനെയാണ് മാർക്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ആ മാർക്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% മോർ ദാൻ ആണ്. ഞാനിവിടെ 100 എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേഷൻസ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 100 ആയിട്ട് എടുത്തത്. അപ്പോൾ 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 ആണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 10 രൂപ കൂടുതൽ എടുത്തിട്ടു മാർക്ക് ചെയ്തു. അത് 110 രൂപ അതിനകത്ത് മാർക്ക് ചെയ്തു. ഇനി ഇത് അയാൾക്ക് സെല്ല് ചെയ്തു. സെല്ല് ചെയ്യുന്ന പ്രൈസിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുക. അയാൾക്ക് 10%. അത് ഏതിൻ്റെ 10%ആണ്? മാർക്കിംഗ് പ്രൈസിൻ്റെ 10%ആണ്. അപ്പോൾ 110ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. അപ്പോൾ 110 നിന്ന് 11 രൂപ കുറച്ചിട്ട് 99 രൂപയ്ക്കാണ് എന്ത് വിറ്റത്? അയാൾ ആ TV വിറ്റത്.
100 രൂപയുടെ ടി വി ആയിരുന്നു, അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 99 രൂപയ്ക്ക് വിറ്റു. അയാൾക്ക് 1 രൂപ നഷ്ടം, അതായത് 1% അയാൾക്ക് നഷ്ടം. ഞാൻ ഈ 100 എടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, 100 ഇവിടെ വാല്യൂ എടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഡയറക്റ്റായിട്ട് ഇത് ചെയ്തത്. ക്ലിയർ? ഇത് ചെയ്യാൻ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. പ്രോഡക്റ്റ് -1/4 പ്ലസ് -1/3. -1ൻ്റെ ഈവൻ പവറുകളെല്ലാം പോസിറ്റീവും ഓഡ് പവറുകളെല്ലാം നെഗറ്റീവും ആയിരിക്കും. അതായത് -1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, -1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഓഡ് പവറുകൾ നെഗറ്റീവും ഈവൻ പവറുകൾ പോസിറ്റീവ് ആയിരിക്കും. +1 -1 is equal to 0. ഓപ്ഷൻ ഡി. Product of two consecutive odd number is 35. What is the smallest number of the two? Product of two consecutive numbers ഞാൻ ചെയ്യുന്ന മെത്തേഡും ഈസി മെത്തേഡും പറഞ്ഞുതരാം. x + 2 ഇതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എക്സ് ആക്കി എടുത്താൽ അടുത്ത നമ്പർ എന്നാണ് അതിനോട് 2 കൂട്ടിയാലാണ് ഈസ് ഈക്വൽ ടു 35. അതിന് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് 35 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x² + 2x ഈസ് ഈക്വൽ ടു 35. x² + 2x - 35 ഈക്വൽ ടു 0. ഈ പോളിനോമിയലിനെ സോൾവ് ചെയ്യുക. 35ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ഒന്ന് 1ഉം 35ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 35 കിട്ടണം, ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 2 കിട്ടണം. അങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ വരുന്ന ഫാക്ടേഴ്സ് പറഞ്ഞാൽ 1ഉം 35 അല്ല. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് 7ഉം 5ഉം ആണ്. 7 × 5 35 കിട്ടും. -35 കിട്ടണം, +2ഉം കിട്ടണം. അങ്ങനെയാണെങ്കിൽ 7 × -5 ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -35 കിട്ടും. അപ്പോൾ x + 7 × x - 5 ഈക്വൽ ടു 0. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 7ഉം 5ഉം ആണ്. അതിനകത്ത് സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. സ്മോളസ്റ്റ് നമ്പർ 5. ഓപ്ഷൻ ഡി. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? ഞാൻ സിമ്പിൾ മെത്തേഡ് പറയാം. ഇത്രയും പറഞ്ഞ സ്റ്റെപ്പ് അങ്ങ് കട്ട് ചെയ്യുക. 35ൻ്റെ ഫാക്ടേഴ്സ് ചെയ്താൽ നമുക്ക് അതിനകത്ത് 2 ഫാക്ടറും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 35 എന്ത് കിട്ടുന്നു? പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2 കിട്ടുന്നു, അല്ലെങ്കിൽ ഡിഫറൻസ് 2 കിട്ടുന്നു. അത് ഏത് വാല്യൂസാണ് നോക്കുക. അത്രയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതും കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അല്ല. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇതും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.